ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പൂഞ്ഞാറിൽ എം.ജെ. സെബാസ്റ്റ്യൻ മൂലേച്ചാലിലാണ് യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. പര്യടനമൊക്കെ പൂർത്തീകരിച്ച് ഇപ്പോൾ അവസാനവട്ടം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടുന്ന ഒരു സാഹചര്യമാണ്. ഈ സെബാസ്റ്റ്യൻ എന്ന പേര് രണ്ടുപേരിപ്പം മത്സര രംഗത്തുണ്ട്. അത് പേരൊരു ആളുകൾക്ക് വോട്ടർമാർക്കൊരു കൺഫ്യൂഷൻ ആകുമോ? ഇല്ല, വോട്ടർമാർക്ക് ഒരു കാരണവശാലും പേരുകൊണ്ടല്ല കൺഫ്യൂഷൻ ആകുന്നത്. ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ കൈപ്പത്തി ചിഹ്നമാണ്. അത് മതേതരത്വത്തിൻ്റെ ചിഹ്നമാണ്. അതിനെ പ്രാധാന്യമുള്ളൂ, വേറെ വലിയ പ്രാധാന്യമില്ല പേരിനൊന്നും. ഇല്ലാത്ത ആശയങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഇപ്പോൾ ഇവിടെ കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്ന പൂഞ്ഞാറിൽ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയമാണോ വികസനമാണോ, അതോ രണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. രാഷ്ട്രീയം കൊണ്ട് ആ ഇലക്ഷൻ വരെ ചർച്ച ചെയ്യപ്പെടാം. അതിനപ്പുറത്തോട്ടുള്ള വികസന കാഴ്ചപ്പാട് അടുത്ത 5 വർഷത്തേക്ക് ഇവിടെ ടീം യു.ഡി.എഫ് വെച്ചിട്ടുണ്ട്. അത് വലിയൊരു ചർച്ചാ വിഷയമാണ് ഇവിടെ. കഴിഞ്ഞ തവണത്തെ മത്സരം നോക്കുമ്പോൾ യു.ഡി.എഫ് 3-ാം സ്ഥാനത്ത് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എത്രത്തോളം അനുകൂല സാഹചര്യമാണ് കാണുന്നത്? 10 വർഷത്തെ LDF ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയം മൂലം നട്ടലൊടിഞ്ഞ കർഷകരും സാധാരണക്കാരും പ്രതികരിക്കാൻ നോക്കിയിരിക്കുക 9-ാം തീയതി. അതെൻ്റെ കൈപ്പത്തിക്ക് കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. കേരളത്തിൽ കൈപ്പത്തിക്ക് കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ പൂഞ്ഞാറിൽ എന്തൊക്കെ ഇനിയും നടപ്പാകാനുണ്ട്, അല്ലെങ്കിൽ പൂഞ്ഞാറിൻ്റെ ഒരു ആവശ്യം ഈ ഭാഗത്തു നിന്നുള്ള ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ മുൻകാല അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അത് സാധാരണ ഒരു ജനപ്രതിനിധിക്ക് ഉണ്ടാവണമെന്നില്ല. ഞാൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്ന പൂഞ്ഞാറ്. ഞാൻ അധികാരത്തിൽ വന്നാൽ, MLA ആയിട്ട് വന്നാൽ, പൂഞ്ഞാറിന് സമഗ്രമായ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാകും. ഓരോ പഞ്ചായത്തുകളെയും അതിൻ്റെ പ്രാദേശിക പ്രത്യേകതകൾ തിരിച്ച് കൃത്യമായ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാകും. അടുത്ത 25 വർഷത്തേക്ക് പൂഞ്ഞാറിൻ്റെ സാമ്പത്തിക പശ്ചാത്തല അടിസ്ഥാന വികസന സൗകര്യങ്ങളുടെ രംഗത്ത് ഒരു കംപ്ലീറ്റ് പ്ലാനിംഗ് ഉണ്ടാകും. 5 വർഷം കൊണ്ട് പൂഞ്ഞാറിലെ മാത്രമല്ല കേരളത്തിൻ്റെ എന്ന് പറയാൻ വേണം, ഇടുക്കി ജില്ല ഉൾപ്പെടെയുള്ള ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട്, ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഇരട്ടി ഇൻകം ജനങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ടാകും. ഇപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ഉൾപ്പെടെ യു.ഡി.എഫിന് വലിയൊരു മുന്നേറ്റം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ അതിൻ്റെ ഭാഗം തന്നെയായിട്ട് പൂഞ്ഞാറിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറയാം, അടിസ്ഥാനപരമായി പൂഞ്ഞാർ നിയോജകമണ്ഡലം എപ്പോഴും UDF മണ്ഡലമാണ്. കാലങ്ങളായി ചെറു കക്ഷികൾക്ക് കോൺഗ്രസ് കൊടുത്തതുകൊണ്ട് വന്നൊരു കുഴപ്പമാണിത്. ഇപ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 16,000-ൽ പരം വോട്ടിന് ഭൂരിപക്ഷമുണ്ട്. അതുകൂടാതെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് 98 മെമ്പർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, അതോടൊപ്പം 20 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, 4 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ഇത്രയും ഒരു സംവിധാനമാണ്. ഭൂരിപക്ഷം പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്നത് UDF-ആണ്. ഇതിൻ്റെ അടിസ്ഥാനം എന്താ? ഇവിടെ UDF മൈൻഡ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്തൊരു ചർച്ച പോലും ഉണ്ടാവില്ല. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെയൊക്കെ സർവേ പോലെ തന്നെ വളരെ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. നമുക്ക് ഒരു ഭൂരിപക്ഷം എത്ര വരുമെന്ന് പറയാൻ 15,000 വോട്ടിൽ മുകളിലായിരിക്കും ഭൂരിപക്ഷം. അതിനൊരു ചുമ്മാ ഈ എന്തെങ്കിലും ഷൈനിങ്ങിന് വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ എണ്ണി കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ തീർച്ചയായും പൂഞ്ഞാറിൽ ഏതായാലും ഇത്തവണ യു.ഡി.എഫിനെ കൈവിടില്ല. യു.ഡി.എഫിന് ഇവിടെ 15,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ എം.ജെ. സെബാസ്റ്റ്യൻ പങ്കുവച്ചത്. ഈരാറ്റുപേട്ടയിൽ നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.